തുടർച്ചയായ പരാജയങ്ങളിൽ കരുത്തറ്റുപോയ ഒമാൻ നാഷണൽ ടീമിന് ഇനിയൊരു ഉയർത്തെഴുന്നേൽപ്പ് സാധ്യമാണോ എന്ന ചോദ്യശരങ്ങൾ ഉയർന്നപ്പോഴാണ് ഫുട്ബോൾ ലോകത്ത് ആ പേര് ഒരിക്കൽ കൂടി മുഴങ്ങിക്കേട്ടത്. റഷീദ് ജാബിർ. നാല് വർഷമായി ഒമാൻ കോച്ചായിരുന്ന ബ്രാങ്കോ ഇവാൻകോവിച്ചിന്റെ സ്ഥാനം 2024 തുടക്കത്തിൽ തെറിച്ചു. ഖത്തറിൽ നടന്ന ഏഷ്യൻ കപ്പിലെ ടീമിന്റെ മോശം പ്രകടനം കോച്ചിന് പുറത്തേക്കുള്ള വഴിയൊരുക്കി. പിന്നാലെ പുതിയ പരിശീലകനായി ചെക്ക് റിപ്പബ്ലിക്കിന്റെ കോച്ചായിരുന്ന ജെറോസ്ലാവ് സിൽഹവിയെ എത്തി. എന്നാൽ 7 മാസം പൂർത്തിയാകും മുൻപേ സിൽഹവിയും പടിക്ക് പുറത്ത്. ശരിയായ ദിശയിൽ ഒമാൻ നാഷണൽ ടീമിനെ നയിക്കാൻ ആരാണ് യോഗ്യൻ എന്ന ചർച്ചകൾക്കൊടുവിലാണ് റഷീദ് ജാബറിന്റെ പേരുയർന്നത്. ഒമാനി ആരാധകർക്ക് അഭിമതനായ ജാബിറിനെ പരിശീലകനായി തെരഞ്ഞെടുത്തത് ഒമാൻ നാഷണൽ ടീം പ്രഖ്യാപിച്ചു. തുടർന്നുള്ള ഒമാൻ നാഷണൽ ടീമിന്റെ പ്രകടനങ്ങളിൽ മുഴുവനും ആക്രമണാത്മക നീക്കങ്ങളായിരുന്നു നിഴലിച്ചു നിന്നത്. പക്ഷേ ടീമിനെ ഉടച്ചുവാർക്കുകയെന്നത് റഷീദ് ജാബറിന് അത്ര എളുപ്പമുള്ള ജോലിയായിരുന്നില്ല. ലോകകപ്പ് യോഗ്യതാ റൗണ്ടിൽ ടീം ജയിച്ചും തോറ്റും മുന്നേറി. അറേബ്യൻ കപ്പിൽ കരുത്തുറ്റ പ്രകടനമെങ്കിലും കാഴ്ചവെക്കാൻ ടീമിനെ സജ്ജമാക്കുകയെന്ന ശ്രമകരമായ ദൗത്യം അദ്ദേഹം വാശിയോടെ ഏറ്റെടുത്തു. ഒളിമ്പിക് അണ്ടർ 20 ടീമുകളിലെ താരങ്ങളെ വെച്ച് ക്യാമ്പ് സംഘടിപ്പിച്ച് മികച്ച കളിക്കാരെ ഉൾപ്പെടുത്തി ടീമിനെ സജ്ജമാക്കി. ഒടുവിലത ലോകകപ്പ് യോഗ്യതയുടെ 4ാം റൗണ്ടിൽ എത്തിക്കുകയും ചെയ്തു. ഒമാൻ ഗൾഫ് കപ്പ് ഫൈനലിലെത്തിയതും ജാബറിന്റെ നേതൃത്വത്തിലാണ്. ലോകകപ്പ് യോഗ്യതയുടെ 4ാം റൗണ്ടിലേക്ക് ടീമിനെ കൈപ്പിടിച്ചുയർത്തി ഇന്നിതാ ജാബിർ പടിയിറങ്ങുകയാണ്. ഒമാൻ ഫുട്ബോൾ ടീമിന്റെ മുന്നോട്ടുപോക്കിന് എല്ലാവിധ വിജയാശംസകളും നേർന്നുകൊണ്ട്. വെല്ലുവിളികളും വിജയങ്ങളും നിറഞ്ഞ കാലഘട്ടത്ത് രാജ്യത്തെയും തന്നെയും പിന്തുണച്ച എല്ലാവർക്കും നന്ദി. ഗൾഫ് കപ്പിൽ ടീമിന്റെ വാശിയേറിയ പോരാട്ടവും ഫൈനൽ മത്സരവും ഓർമ്മയിൽ കൊത്തിവെക്കപ്പെടുന്ന മനോഹരമായ നിമിഷങ്ങളും നാഴികക്കല്ലാണെന്നും ജാബിർ വിശദമാക്കി. തന്റെ പിൻഗാമിക്കും ദേശീയ ടീമിനും വിജയാശംസകൾ നേർന്ന ജാബിർ വരാനിരിക്കുന്ന മത്സരങ്ങളിൽ ടീമിന് മികച്ച പ്രകടനം പുറത്തെടുക്കാൻ കഴിയട്ടെയെന്നും ആശംസിക്കുന്നു. പുതിയ കോച്ചായി കാർലോസ് ക്യുറോസിയെയാണ് ഒമാൻ നാഷണൽ ടീം പ്രഖ്യാപിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പരിശീലന മുറകൾ തുടർന്നുള്ള മത്സരങ്ങളിൽ എന്ത് സ്വാധീനമാണ് ചെലുത്തുകയെന്ന് കാത്തിരുന്നു കാണാം.